നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി 2 ദിവസമായി ചേർന്ന യോഗം ഇന്നലെ സമാപിച്ചു. ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ യോഗങ്ങൾ ചേരും. ആദ്യ ദിനത്തിന് സമാനമായി 2ാം ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. വൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇരുവരും എത്രയും വേഗം പദവികൾ ഒഴിയണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചവർ സ്ഥാനങ്ങളിൽ തുടർന്ന് മുന്നോട്ടു പോയാൽ പാർട്ടി ഇനിയും ദുർബലമാകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. വ്യക്തികളല്ല, പ്രസ്ഥാനമാണ് വലുതെന്നും സ്വയം സ്ഥാനമൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ നേതൃത്വത്തെ തിരുത്തിക്കാൻ പാർട്ടിക്ക് കരുത്തുണ്ടെന്നും ചില അംഗങ്ങൾ തുറന്നടിച്ചു. നേതൃത്വത്തോടുള്ള ഭയം കാരണമാണ് 3ാം തുടർച്ച ഉണ്ടാകുമെന്ന് പല ജില്ലകളിൽ നിന്നും തെറ്റായ റിപ്പോർട്ടുകൾ പോയതെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. എന്നാൽ തൃശൂർ ജില്ല നൽകിയ റിപ്പോർട്ട് കൃത്യമായിരുന്നു. അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ജില്ലയിലെ ഫലം വന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. അതേസമയം ആദ്യ ദിനത്തിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ നിർദ്ദേശിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾക്ക് യോഗങ്ങളിൽ ഔദ്യോഗിക മറുപടി ഉണ്ടായില്ല. ഈ ചർച്ചകളിലെ വിശദാംശങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ യോഗങ്ങൾ ചേരും. ഇതിൽ ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കും. ഏരിയ കമ്മിറ്റികളിലെ ചർച്ചകൾ കൂടി ക്രോഡീകരിച്ച ശേഷമാകും അന്തിമ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുക. മീഡിയ ടൈം, തൃശൂർ.